കുതിരയില് അതിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന റസൂലുള്ളാഹിന്റെ തലയിലേക്ക് അടുത്തു നിന്ന് മരത്തിന്റെ ശിഖരം തട്ടുമോ എന്ന് പേടിക്കുകയാണ്. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തെന്നറിയോ? ഈന്തപ്പനയുടെ ഓലകൾ ശിഖരം തട്ടാതിരിക്കാൻ തന്റെ വാഹനമാകുന്ന കുതിരയുടെ പുറത്തിരുന്നിട്ട് ശിരസൊന്ന് കുനിച്ച ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ റസൂലിന്റെ ആ പ്രവർത്തനങ്ങൾ സഹാബത്ത് കണ്ടു നിൽക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞുപോയി, നാട് വികസിതമായി, ആ മരങ്ങൾ മുറിച്ചു മാറ്റി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബത്ത് അതുവഴി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുതിരപ്പുറത്തും അല്ലാതെ യാത്ര ചെയ്യുന്ന സഹാബത്ത് അവിടെ എത്തുമ്പോ തല കുനിക്കാറുണ്ടായിരുന്നു. ചോദിച്ചു, എന്തേ കാരണം? അവിടെ തല കുനിക്കാറുള്ള ന്യായം എന്താണ്? എന്റെ റസൂൽ ഇവിടെ എത്തുമ്പോ തല കുനിച്ചിരുന്നു. അത് അന്നല്ലേ ആ കാലഘട്ടത്തിലെ മരത്തിന്റെ ശിഖരം കടന്ന് കിടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് പറഞ്ഞത് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്റെ റസൂൽ അവിടെ എത്തുമ്പോ തല കുനിച്ചു, ഞാനും കുനിക്കുകയാണ്. അവിടെയാണ് ലദൽ ഹബീബ്, അവിടെയാണ് തിരുവസന്തം, അവിടെയാണ് പുണ്യപ്രവാചകന്റെ വാക്കിന് ഒരു സമൂഹം മുഴുവനും ശിരസ വഹിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, ഏതെങ്കിലും ദുഷ്ടന്മാരെ അനുസരിക്കലല്ല. എത്രത്തോളം എന്നറിയോ? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ വഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ് ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. അവിടെ ഒരിക്കൽ പറയുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് എല്ലാ സ്വർഗ്ഗത്തിലാണ്. ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളും സ്വർഗ്ഗത്തിലാണ്. എന്റെ ഇടതുവശത്തിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും സ്വർഗ്ഗത്തിലാണ്. അവിടെ സംഘടനാ സങ്കുചിതത്വം പറഞ്ഞില്ല, അവിടെ രാഷ്ട്രീയത്തിന്റെ മതിലുകൾ കെട്ടിയില്ല, അവിടെ സംഘടനയുടെ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ സമുദായത്തിലെ കുല്ലും ടോട്ടലി അവരെല്ലാവരും സ്വർഗ്ഗത്തിലാണ്. പക്ഷെ അതിൽ ഒരു വിഭാഗം ഒഴിച്ച് ഇല്ലാമൻ അബാ, സിറാത്ത് പാലത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരൊഴിച്ച്. അല്ലാഹുവിന്റെ ഹബീബ് അത് പറയുമ്പോ സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദവിഷണ്ണരായി, വ്യാകുലവിഹ്വലരായി കൊണ്ട് സഹാബത്ത് ചോദിക്കുന്നു, വമൻ അബാ യാ റസൂലല്ലാഹ്. സുന്ദരമായ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ തസ്ബീഹിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ഒരു കണ്ണും കാണാത്ത നയനാനന്ദകർ, ഒരു കാതിൽ കേൾക്കാത്ത കരുണാനന്ദകർ, ഒരു ഹൃദയത്തിൽ ഒലിക്കാത്ത ഹൃദയമുണ്ടല്ലോ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. എത്ര മനോഹരമാണ് സ്വർഗമെന്നറിയോ? ആ സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എന്റെ സമുദായത്തെ ആരുണ്ട് റസൂലേ? അവിടെ നിന്ന് പറഞ്ഞു, മൻ അത്താഅനി ദഖലൽ ജന്ന, ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരൊക്കെ. ഞാൻ മറന്നുപോയതാ, കൊടുത്തോളി എല്ലാവർക്കും കാപ്പി ബിസ്ക്കറ്റ് കൊടുത്തോളി. മൻ അത്താഅനി ദഖലൽ ജന്ന, എന്നെ വഴിപ്പെടുന്നവന് സ്വർഗമുണ്ട്. നന്നായിട്ട് കേട്ടോ, പ്രിയപ്പെട്ട, തീർന്നു പുസ്തകം, തീർന്നു, ശ്രദ്ധിച്ച് കേട്ടോ. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ വഴിപ്പെടുന്നവനൊക്കെ സ്വർഗമുണ്ട്. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ വഴിപ്പെടാതിരിക്കുന്ന ആളുകൾ അവൻ സ്വർഗത്തിലോട്ട് വരൂല.
ഇപ്പൊ ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോകണം, പുഴയിൽ ചാടണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ആഗ്രഹമില്ലേ? പക്ഷേ സിറാത്ത് പാലത്തിന്റെ അടുത്ത് എത്തുമ്പോ അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു വിഭാഗമാണെങ്കിൽ ഞാനില്ല അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമെന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന ആദരങ്ങളിൽ നിന്ന് കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോനും തുള്ളയുടെ തങ്കക്കുടം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുസരിക്കണം. ഏതൊരു വിഷയത്തിൽ ഇറങ്ങുമ്പോഴും എന്റെ റസൂൽ ഇതിലെന്ത് പറഞ്ഞു? കച്ചവടക്കാരൻ ഇതിലെന്താ എന്റെ റസൂൽ പറഞ്ഞത്? പള്ളി പരിപാലിക്കുന്നവർ എന്താ റസൂൽ പറഞ്ഞത്? ഒരു ഭാര്യ എന്താ റസൂൽ പറഞ്ഞത്? ഒരു ഭർത്താവ് എന്താ റസൂൽ പറഞ്ഞത്? സഹാബിയായ പുതുമാരൻ, ആ പുതുമാരൻ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കുതിരയുടെ പിന്നിൽ, അന്നാണല്ലോ വാഹനം, ഇന്ന് കാറിന്റെ പിന്നിൽ കൊണ്ടുപോകുന്നത് പോലെ പിന്നിൽ ആകെയുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് കുടുംബ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്നറിയോ? ഒരു കാർ വാങ്ങിച്ചു. കാർ വാങ്ങിയപ്പോ ഭാര്യ പറഞ്ഞു, കാറ് വാങ്ങുന്നൊക്കെ കൊള്ളാം, ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും. ഉമ്മ പറഞ്ഞു അത് പറ്റൂല, അവനെന്നാ നീ ഉണ്ടായത്, ഞാൻ പെറ്റ കുട്ടിയല്ലേ, അതുകൊണ്ട് ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും. എത്ര ദിവസം നീണ്ടു നിന്നു പ്രശ്നം? എത്ര നാൾ നീണ്ടു നിന്നു? കുതിരയാകുമ്പോ അങ്ങനൊരു പ്രശ്നം വരൂല, കാരണം ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. കുതിരപ്പുറത്ത് സഹാബി പിന്നിൽ തന്റെ പ്രിയതമയും വെച്ച് പോകുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിസ്ക്കറ്റിൽ വീണു പോകരുത്, ഇങ്ങോട്ട് കൂടി ശ്രദ്ധിക്കരുത്. അള്ളാന്റെ റസൂൽ പറഞ്ഞത്, മോനെ നിന്റെ പുറകിലിരിക്കുന്നത് പളുങ്ക് പാത്രമാണ്, പളുങ്ക് പാത്രമാണ് നിന്റെ പുറകിലിരിക്കുന്നത്, പൊട്ടാതെ നീ സൂക്ഷിക്കണം എന്ന് സഹാബിയോട് പറയണം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് എങ്ങനെയാകണം, ഭർത്താവിന് ഭാര്യ എങ്ങനെയാകണം? അവള് നിന്റെ കൈവെള്ളയിൽ ഏൽപ്പിക്കുന്ന പളുങ്ക് പാത്രമാണ്. നിലത്തു വീണാൽ പൊട്ടിപ്പോകും, കൈവെള്ളയിൽ കൊണ്ട് നടക്കണം. അതുകൊണ്ടാണ് പുതിയണ്ണിന്റെ വാപ്പാടെ കയ്യിൽ പുതിയണ്ണിന്റെ വാപ്പാടെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നത്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പോലെ എന്റെ പ്രിയപ്പെട്ട 18 വയസ്സായ പൊന്നുമോളെ ഞാൻ അടുക്കളയിൽ കയറ്റിയിട്ടില്ല, ഞാൻ തുണി അലക്കിപ്പിച്ചിട്ടില്ല, ഞാൻ അവളെ കൊണ്ട് മുറ്റമടിപ്പിച്ചിട്ടില്ല. അതൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്രയും നാളെ ഞാൻ പോറ്റി വളർത്തിയ എന്റെ മധുര 18 എന്റെ പൊന്നുമോളെ നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ചു തരികയാണ്. ഇനി അവള് നിനക്ക് തുണി അലക്കി തരും, അവള് നിനക്ക് ഭക്ഷണം പാകം ചെയ്തു തരും. അപ്പോഴൊക്കെ കുറവുകൾ ഒത്തിരി ഉണ്ടാകും. നിനക്ക് ദേഷ്യം വന്നിട്ട് ഇതെന്ത് കറി, ഇതെന്ത് അഴുക്ക് പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ മകളെ നീ അടിക്കരുത്. നിനക്ക് വേണ്ട എന്ന് എപ്പോ തോന്നുന്നുവോ പൊന്നുപോലെ ഞാൻ തന്നതുപോലെ എനിക്ക് തിരിച്ചെന്റെ മോളെ കൊണ്ട് തരണം. ഞാൻ കൊടുത്ത ബിരിയാണി പോട്ടെ, ഞാൻ ആളുകൾക്ക് കൊടുത്ത സദ്യ പോട്ടെ, പക്ഷെ എന്റെ മകളെ നീ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പെണ്ണിന്റെ വാപ്പ ഒരു പെണ്ണിനെ പുതിയാപ്പയുടെ കൈ കൊടുക്കുന്നത്. വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ കുറ്റിച്ചൂലെടുത്തിട്ട് മുറ്റം അടിക്കാൻ പറഞ്ഞാൽ അവൾക്ക് ചിലപ്പോ അടിക്കാൻ കഴിയണമെന്നില്ല. ഉമ്മമാര് നേരത്തെ തന്നെ അവരെ അതൊക്കെ പഠിപ്പിക്കണം. അതൊരു ബാധ്യത അല്ല, ഒരു കടമ, അത് നമ്മൾ നിർവഹിക്കണം. നേരെ മറിച്ച് കയറി വരുന്ന പെണ്ണ് ആരാന്റെ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണാണ്, മോളാണ്, എന്റെ സ്വന്തം മോളാണ് എന്നൊരു ബോധം അമ്മായി അമ്മയ്ക്ക് വേണം. ഇല്ലെങ്കിൽ വിളിക്കും ഭദ്രകാളി ചെയ്യണം എന്നൊക്കെ, അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു ഭർത്താവാകേണ്ടതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ എങ്ങനെയാണ് ഒരു ഭാര്യയാകേണ്ടതെന്ന് റസൂൽ തങ്ങൾ പഠിപ്പിച്ചു. ഞാൻ എങ്ങനെ ഒരു വാപ്പയാകണമെന്ന് പഠിപ്പിച്ചു. അനുസരിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രവാചകൻ അനുസരിക്കണം. അല്ലാതെ ഏതെങ്കിലും ആളുകളെ കണ്ടിട്ട്, സിനിമാ നടന്മാരെ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ ഉത്തുല്യൻ അല്ലെങ്കിൽ ഹമ്മാസിൻ അല്ലെങ്കിൽ സനീം
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ രീതിയിൽ പറയപ്പെട്ട വിശേഷണങ്ങളുള്ളവരെ ഒക്കെ കണ്ടിട്ട് അതുപോലെ ജീവിക്കണമെന്ന് കരുതുന്ന ആളുകളോട് പറയാനുള്ളത്, അവര് നാളെ നിങ്ങൾക്ക് പരലോകത്ത് ഒരു രക്ഷകനായി വരില്ല. നിങ്ങൾക്ക് റസൂല് മാത്രമേ ഉണ്ടാവുള്ളൂ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. അതുകൊണ്ട് ഇവിടെ വെച്ചൊരു തീരുമാനമെടുക്കുക. ലാ തഅത ഫിൽ മഅസിയ അത്അത ഫിൽ മഅറൂഫ്. ഏറ്റവും ഉദാത്തമായ നിലയിൽ, ഉത്കൃഷ്ടമായ നിലയിൽ കൽപ്പിക്കപ്പെടുന്ന നന്മയുടെ വിഷയങ്ങളിൽ മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ. പാപകരമായ ഒന്നിനും എന്റെ അനുസരണ ഉണ്ടാകൂല എന്ന ഉറച്ച നിലപാടിൽ നമ്മൾ നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഈ പള്ളി ചുങ്കപ്പാറ പള്ളി ചുങ്കപ്പാറ പള്ളിയാണോ അല്ലേ? ചുങ്കപ്പാറ പള്ളി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മനോഹരമായ റമളാന് മുമ്പ് ഒന്ന് പെയിന്റ് ഒക്കെ അടിക്കണ്ടേ? പള്ളിയല്ലേ നമ്മൾ കാണുമ്പോൾ മനോഹരമായ ആ പള്ളി, നമ്മളൊക്കെ നാളെ വന്ന് കിടക്കാനുള്ള പള്ളി. ഇൻഷാ അല്ലാഹ് ഈ ചുങ്കപ്പാറ പള്ളി നമുക്കൊന്ന് പെയിന്റ് അടിക്കണം. അതിന്റെ ഒരു ചെറിയ സംഭാവന എന്നുള്ള നിലയിൽ റമളാന് മുമ്പ് നിങ്ങൾ കൊടുത്താൽ മതി. മതിയല്ലേ സെക്രട്ടറി? ആർപ്പിട്ട് നിലയായി. അതില് കാസർഗോഡുകാരനായ ഒരാളില്ലായിരുന്നു, നൗഫൽ അല്ലേ? ഇവിടെ ഉണ്ടോ ബന്ധുക്കാരൻ? കാസർഗോഡ് നിന്ന് എന്നെ വിളിച്ചിരുന്നു ഈ പറയുന്ന ആള്. നിങ്ങളിന്ന് പോകുന്ന സ്ഥലത്ത് കാർപ്പറ്റ് കൊടുത്തത് എന്റെ വാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്, ദുആരക്കണം എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ ബക്കറ്റ് കൊണ്ടു. എല്ലാവരും നല്ലൊരു ഹദിയയൊക്കെ അല്ലാഹു എല്ലാവരുടെയും. ഈ പന്തലിനൊന്നും പൈസ ആവില്ല, പക്ഷെ മൈക്കിനൊക്കെ പൈസ കൊടുക്കണം. നല്ല മൈക്ക് സെറ്റാണ് മാഷാ അല്ലാഹ്. സാധാരണ ഓഡിറ്റോറിയത്തിനകത്ത് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രസംഗിക്കാൻ. അൽഹംദുലില്ലാഹ് നല്ല മൈക്കാണ്. അപ്പൊ അതിന് നല്ല കാശ് കൊടുക്കണം. അതിന് പരസ്യമായി കുറച്ച് പൈസ കുറച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെലവുകളുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടൊരു ഹദിയ എല്ലാവരും പങ്കിട്ട്. ഇതിപ്പോ ബിസ്ക്കറ്റും ചായയും പൈസ എല്ലാം കൂടെ കലക്ക സംഭവമാക്കിയതായല്ലോ. ശ്രദ്ധിക്കുക പെട്ടെന്ന്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതിന് റമളാന് മുമ്പ് ഇൻഷാ അല്ലാഹ് റമളാനൊക്കെ വരുമല്ലോ, ആ റമളാന് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അല്ലാഹു നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലൊക്കെ ബറക്കത്ത് തരട്ടെ. ഞാനൊരു വലിയ കോടീശ്വരന്മാരൊന്നുമല്ല നിങ്ങൾ. ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പള്ളിക്ക് വേണ്ടി മക്കളെ ഒരു 10 മിനിറ്റ് കൂടെ ഒന്നും ഉണ്ടാതിരിക്കണേ. അല്ല, ഉമ്മമാരും കൂടെ അറിയണം. എന്താണെന്നറിയോ? ശനി ഞായറും ഉമ്മമാരെ കുറെ സമാധാനം ഇല്ല, സ്വസ്ഥത ഇല്ല. ബാക്കി 5 ദിവസം സ്കൂളിൽ പോകുമല്ലോ, ശനി ഞായറും അവര് പറയും ഒരു സമാധാനം ഇല്ല. സ്വന്തം മക്കൾ 2 പേര് വീട്ടിൽ ബഹളം വെക്കുമ്പോ എന്റെ ഭാര്യ അടക്കം പറയുന്ന വാക്കാണ്. പക്ഷേ ഈ പല വീട്ടിൽ നിന്ന് 10-50 കുട്ടികൾ 2 മണിക്കൂർ ഉസ്താദിന്റെ മുമ്പിൽ കിട്ടുമ്പോൾ മദ്രസയിൽ എന്തുമാത്രം ബഹളവും അവര് സഹിക്കുന്നുണ്ടാവും. അത് അറിയണം. ഇടയ്ക്കൊക്കെ നല്ലതാ. ഒരു കോടീശ്വരന്മാരൊന്നുമല്ല നിങ്ങൾ. പരിശുദ്ധ റമളാന് മുമ്പ് നിങ്ങൾ ഘട്ടം ഘട്ടമായി എത്തിച്ചു കൊടുത്താൽ മതി. നമുക്കൊരു 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ മതി. ഒരു 1.5 ലക്ഷം രൂപ വേണം. 1.5 ലക്ഷം രൂപ വേണം. ഞാൻ 3 പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ തരും ഉറപ്പാ. 50,000 രൂപ വെച്ചിട്ട് 3 പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും. പക്ഷെ അത് പലർക്കും നന്മയിൽ ഭാഗവാക്കാകാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നമ്മുടെ